വി ഡി സതീശന് ക്ഷണമില്ലാത്ത സമസ്ത വേദിയിൽ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല. മലപ്പുറം പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂറിയയുടെ സമ്മേളനത്തിലാണ് ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തുന്നത്. ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളാണ് ജാമിയ നൂറിയയുടെയും അധ്യക്ഷൻ. NSSനും SNDPക്കും പിന്നാലെ സമസ്തയും ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നതോടെ കോൺഗ്രസിലെ നേതൃതർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങും. ശരത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഈ സാമുദായിക സംഘടനകൾ അപ്പാടെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നലാണല്ലോ വന്നിരിക്കുന്നത്. ആദ്യം NSS, പിന്നീട് SNDP, ഇപ്പോൾ സമസ്തയും. അതിൽ ലീഗിന് മുൻതൂക്കമുള്ള ഒരു സംഘടന കൂടിയാണ് എന്നുള്ളതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ശരത്ത്, ഷമി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഈ കോൺഗ്രസിനകത്ത് നടക്കുന്ന നേതൃതർക്കത്തിനകത്ത് സാമുദായിക സംഘടനകളെല്ലാം തങ്ങളുടെ മനസ്സിലുള്ളത് വി ഡി സതീശനല്ല എന്ന് പരോക്ഷമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആദ്യം NSS ആണ് ഇത്തരത്തിലൊരു നീക്കമായി നീങ്ങിയത്. മന്നൻ ജയന്തിക്ക് വി ഡി സതീശനെ ക്ഷണിക്കാതെ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചോടുകൂടിയിട്ടാണ് ഇത്തരത്തിലൊരു തർക്കം ഉടലെടുത്തത്. അതിനുശേഷം വെള്ളാപ്പള്ളി നടേശനും സമാനമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തി. അവസാനമായിട്ട് ലീഗിന് വലിയ മുൻതൂക്കമുള്ള ലീഗ് പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ അധ്യക്ഷനായിട്ടുള്ള ജാമിയ നൂറിയയുടെ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാതെ രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിൽ കോൺഗ്രസിനകത്ത് തർക്കം മുറുകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്ന കാര്യം നിസ്തർക്കമാണ്. കാരണം ഇതിനകത്ത് 4-ാം തീയതി നടക്കുന്ന ഗരീബ് നവാസ് എന്ന് പറയുന്ന ഒരു സെഷനിലേക്കാണ് വി ഡി സതീശനെ ക്ഷണിക്കാതെ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിട്ടാണ് രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ലീഗ് MLA ആയിട്ടുള്ള MK മുനീറാണ്. സ്വാഭാവികമായിട്ടും ലീഗിൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഈ സമസ്തയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഈ പറയുന്ന ജാമിയ നൂറിയയുടെ സമ്മേളനത്തിലേക്ക് വി ഡി സതീശനെ ക്ഷണിക്കാതെ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിലൂടെ പ്രകടമാവുന്നത്. സാമുദായിക സംഘടനകളെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നിലവിലെ നേതൃത്വത്തിനകത്ത് വലിയ അസംതൃപ്തരാണ്. കാരണം ഇതിനകത്ത് തങ്ങളുമായി കാര്യപ്പെട്ട കൂടിയാലോചനകൾക്കോ അല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന രീതിയിലല്ല വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്ന രീതിയിലുള്ള ആക്ഷേപം പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. അതിനിടയിൽ അവസാനത്തെ അതിനിടയിലാണ് ഇത്തരത്തിൽ അവസാനമായിട്ട് സമസ്തയുടെ ഭാഗത്ത് നിന്നും ഇത്തരം ഒരു നീക്കം ഉണ്ടാക്കുന്നത്. ഈ ജാമിയ നൂറിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തർക്കങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഉടലെടുത്തിരുന്നു. ജാമിയ നൂറിയ എന്ന് പറയുന്നത് ലീഗ് അനുകൂലമായി സമസ്തയിലെ ലീഗ് അനുകൂലികൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു കോളേജാണ്. സമസ്ത നേരിട്ട് നടത്തുന്ന കോളേജാണ്. അതിലേക്ക് ലീഗ് വിരുദ്ധ വിഭാഗ നേതാക്കളെ ക്ഷണിക്കുന്നില്ല എന്ന രീതിയിലുള്ള തർക്കം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ടാണ് വി ഡി സതീശനെ ഒഴിവാക്കിക്കൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കത്തെ കൂടി കാണേണ്ടത്. അതായത് ലീഗ് ഇപ്പോഴും UDFനകത്തുള്ള പ്രബല കക്ഷിയായിട്ടുള്ള ലീഗ് കോൺഗ്രസ് നേതാക്കളിൽ രമേശ് ചെന്നിത്തലയാണ് അംഗീകരിക്കുന്നത് എന്നൊരു കൃത്യമായ സന്ദേശം തന്നെയാണ് ഇത്തരത്തിൽ വി ഡി സതീശനെ ഒഴിവാക്കിയതിലൂടെ നൽകിയിരിക്കുന്നത്. ഷമി, തീർച്ചയായും ശരത്താണ് വിവരങ്ങൾ നൽകിയത്. ജാമിയ നൂറിയ പരിപാടിയിൽ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാകും. വി ഡി സതീശന് ക്ഷണമില്ല.